എനിക്കിന്ന് 80, 75, 60, 50 ഒക്കെ വയസ്സുണ്ട്. എന്റെ ജീവിതം ഞാൻ പോയി ചെന്ന കുടുംബങ്ങളിൽ, വിവാഹം കഴിച്ചെത്തിയ കുടുംബങ്ങളിൽ, സ്ത്രീയായി ഞാൻ എത്തിയ സ്ഥലങ്ങളിൽ, പുരുഷനായി ഞാൻ എത്തിയ സ്ഥലങ്ങളിൽ, എന്റെ ജന്മജന്മാന്തരങ്ങളിൽ, ഞാൻ ഏർപ്പെട്ട സമൂഹങ്ങളിൽ, ഞാൻ ഏർപ്പെട്ട ആശ്രമങ്ങളിൽ, ഞാൻ ചെന്ന് ജീവിച്ച കൂട്ടായ്മകളിൽ, ഞാൻ ഇടപെട്ട സങ്കേതങ്ങളിൽ ഒക്കെ ഏർപ്പെടുന്നതിന് മുമ്പ് എന്റെ കർത്തവ്യ കർമ്മത്തിന് വെളിയിൽ എത്രത്തോളം എന്റെ ബോധതലത്തെ ഞാൻ പായിച്ചുവോ, അറിയുവാൻ ആഗ്രഹിച്ചുവോ, എത്രത്തോളം അറിഞ്ഞുവെന്ന് ഞാൻ നടിച്ചുവോ, അത്രത്തോളമാണോ എന്റെ ജീവിതത്തെ വിഷമയവും വിഷമവും ആക്കി തീർത്തത്? ആ അറിവുകൾ ഏതെങ്കിലും എനിക്ക് ശാന്തിയെ, എനിക്ക് ആനന്ദത്തെ അണുവിടെയെങ്കിലും തന്നുവോ? അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അനുഭവമാണ് ശാസ്ത്രമെന്ന സത്യത്തെ അവലംബിച്ച് ഞാൻ എന്റെ അന്തർഗതങ്ങളിലേക്ക് നോക്കി ഓരോ നിമിഷവും ഉണ്ടായി മറഞ്ഞ എന്റെ അനുഭവങ്ങൾ, ചുറ്റുപാടുകളെ ഗവേഷണം ചെയ്ത എന്റെ ബൗദ്ധിക പ്രതിഭയ്ക്കു മുമ്പിൽ എന്റെ ജീവിതം തന്നെ തകർന്നു വീണിട്ടും അചിരേണ ആ ഗവേഷണത്തെ നിർത്തുവാൻ, വിശ്വാസത്തെ കരുപ്പിടിപ്പിക്കുവാൻ, ശ്രദ്ധയോടെ ജീവിക്കുവാൻ ഞാൻ തയ്യാറാകാതിരുന്നിട്ടും എന്റെ ജീവിതം മുഴുവൻ തകർന്നു കഴിഞ്ഞ് എനിക്ക് ശേഷം വരുന്ന എന്റെ പാരമ്പര്യത്തിന്റെ രജതഭൂവിൽ എന്റെ പുത്രിയെ, എന്റെ പുത്രനെ പറഞ്ഞു വിടുമ്പോൾ എനിക്ക് പറ്റിയൊരബദ്ധം ഇവനെങ്കിലും പറ്റരുതെന്ന് ആശിക്കുന്ന ഒരച്ഛനും അമ്മയുമാണോ ഞാനും നിങ്ങളും ഈ കർക്കിടക മാസത്തിൽ? ഇനിയുള്ള ജീവിതം മുഴുവൻ അതിനായിരിക്കുമല്ലോ നാം കണ്ടുമുട്ടിയത്. ജനകന്റെ രാജധാനിയിൽ നിന്ന് അയോധ്യയിലേക്കെത്തിയ സീത, ഊർമിള, മാണ്ഡവി, ശ്രുതകീർത്തി, രാമായണ കാവ്യസരിത്തിൽ നിശബ്ദം ജീവിക്കുന്ന ഒരു ചിത്രമുണ്ട്. തന്റെ കർത്തവ്യകർമ്മങ്ങൾക്കപ്പുറം വാസനകളെ ഒന്നും പാലിക്കാതെ ഒരു സ്ത്രീക്ക്, ഒരു ഭാര്യയ്ക്ക്, ഒരു മകൾക്ക്, ഒരമ്മയ്ക്ക്, ഒരമ്മൂമ്മയ്ക്ക് ഏതുവിധം അച്ചടക്കം വേണമെന്ന് ജീവിതത്തെ അഴിച്ചവഗ്രഹിച്ചന്വേഷിച്ചാൽ ഞാൻ പറയും സീതയുടെ അച്ചടക്കമെന്ന് എന്ന് ഏതൊരു മനുഷ്യനും ആത്മാർത്ഥതയോടെ പറയാൻ കഴിയുന്ന സജീവമായൊരു സാക്ഷാത്കൃത ചിത്രത്തെ ഋഷി തുറന്ന് കാണിച്ചു തന്ന പശ്ചാത്തലത്തിൽ ആ പാരമ്പര്യം വലിച്ചെറിഞ്ഞോടിയ മാനവ വേപധു, മർത്യദുഃഖം, മർത്യാഹങ്കാരം, അതല്ലേ ഇന്ന് രാഷ്ട്രങ്ങളെ, സമൂഹങ്ങളെ, സമുദായങ്ങളെ, കുടുംബങ്ങളെ അസ്ഥിരതയുടെ രംഗവേദിയിലേക്ക് തള്ളിയിടുന്നതെന്ന് സൗമ്യമായൊന്ന് ആലോചിച്ചു നോക്കൂ. സമയമുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ അന്വേഷണവും നിങ്ങളുടെ പാഠവും നിങ്ങൾ തേടിയെടുത്ത
സത്യമെന്ന് നിങ്ങൾ ലോകത്തോട് പറയുന്നവയുമായ കാര്യങ്ങൾ അന്യനെക്കുറിച്ച് എപ്പോഴെങ്കിലും അവ അല്പമെങ്കിലും അറിവ്, അല്പമെങ്കിലും ശാന്തി, അല്പം സുഖമെങ്കിലും തന്നിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ഈ ചോദ്യത്തിൽ നിന്ന് നിരുപാധികം പിന്മാറാൻ ഞാൻ എടുക്കുന്നു. പ്രയോജനമനുദ്ദിശ്യ മന്ദോപീന പ്രവർത്തതയെ, പ്രയോജനമില്ലാത്ത കാര്യത്തിന് മന്ദബുദ്ധികൾ പോലും പോവില്ലെന്നിരിക്കെ അതിനിറങ്ങി തിരിച്ച ഞാനും നിങ്ങൾ ഏത് പട്ടികയിലാണ് പെടേണ്ടത്? പ്രയോജനമനുദ്ദിശ്യ മന്ദോപി ന പ്രവർത്തതേ. മന്ദബുദ്ധികൾ പോലും പ്രയോജനമില്ലാത്ത കാര്യം ചെയ്യാൻ പോകില്ല. അങ്ങനെയെങ്കിൽ നാം ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ഈ പട്ടികയിലാണെങ്കിൽ ഇന്ന് ഈ നിമിഷം വരെ നാം പഠിക്കാൻ ശ്രമിച്ച കുടുംബങ്ങൾ, നാം പഠിക്കാൻ ശ്രമിച്ച ഭാര്യമാർ, നാം പഠിക്കാൻ ശ്രമിച്ച ഭർത്താക്കന്മാർ, അമ്മമാർ, അച്ഛന്മാർ, ഗൃഹസ്ഥന്മാർ, സന്യാസിമാർ, വാനപ്രസ്ഥന്മാർ, ഇവരെക്കുറിച്ചുള്ള നമ്മുടെ ഗവേഷണങ്ങളുടെയും അന്വേഷണങ്ങളുടെയും പഠനങ്ങളുടെയും അന്തരാളങ്ങളിൽ നിന്നുകൊണ്ട് നാം നമ്മെ ഒന്ന് നോക്കിക്കണ്ടാൽ നമുക്കോ മറ്റാർക്കെങ്കിലുമോ അല്പമെങ്കിലും ശാന്തി ഇവ തന്നു. നമ്മുടെ വീട്ടിൽ നമ്മോടൊപ്പം ജീവിക്കുന്ന കുട്ടികൾ, ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, ഇവരെ പഠിക്കുന്നത് വിട്ട് ഈ നാട്, ആ നാട് വിട്ട് രാഷ്ട്രം, അവിടം വിട്ട് മറ്റ് രാജ്യങ്ങൾ, ഇവയൊക്കെ മുഴുവൻ പഠിക്കാൻ നമ്മൾ വെമ്പൽ കൊണ്ട് ഓടുമ്പോൾ ഒരിക്കൽ പഠിച്ചു തീർത്തു സത്യമാണ് എന്ന് വിചാരിക്കുന്നത് മറ്റൊരിക്കൽ അസത്യമാണെന്ന് തോന്നുകയും അപ്പോൾ അതാണ് ശരിയെന്ന് വാദിക്കുകയും പിന്നെ വീണ്ടും ഒരിക്കൽ തോന്നുകയും ചെയ്യുന്ന തോന്നലുകളിലൂടെയെല്ലാം മാറിയും അറിഞ്ഞും നാം ഓടുമ്പോൾ നാം പറഞ്ഞ് സന്തോഷിപ്പിച്ച് വിവാഹം കഴിച്ച് ഭാവി സന്തോഷം പ്രതീക്ഷിച്ച് മകനെയും മകളെയും അയച്ച വീടിന്റെ അന്തരീക്ഷങ്ങളിൽ അവിടുത്തെ കാര്യങ്ങളെ ഗവേഷണം ചെയ്യാനും പഠിക്കാനും അതിനെ മാറ്റിമറിക്കാനും അതിൽ രൂപങ്ങളുണ്ടാക്കാനും അതിൽ തീരുമാനങ്ങൾ നിർണയിക്കാനുമുള്ള അവസ്ഥകളിലേക്ക് സ്വയം വളരാൻ തത്രപ്പെട്ടോടുന്ന നമ്മുടെ ഭാവി തലമുറ നേടാത്ത ശാന്തിയും ആനന്ദവും പൂർവ ജീവിതത്തിന്റെ അനുഭവ നിമിഷങ്ങളിൽ സീത നേടിയിരുന്നു എങ്കിൽ അത് അനുകരണീയമാണ്. ഇല്ലെങ്കിൽ ഈ കൃതിക്ക് പ്രസക്തിയുമുണ്ടെന്ന് പറഞ്ഞുകൂടാ. അയോധ്യ രാജധാനിയിലെത്തിയ ജനകപുത്രിമാർ അഭിഷേകത്തിന്റെ വിഘ്നത്തിൽ, അഭിഷേകത്തിന്റെ നടത്തിപ്പിൽ, അഭിഷേക തീരുമാനത്തിൽ ഒക്കെ ഗൂഢമായോ നേരിട്ടോ ഇടപെടുന്ന ചിത്രങ്ങളൊന്നും ഇല്ലെന്നു മാത്രമല്ല, വന്നു ചേർന്ന അനുഭവത്തെ ഭാസ്വരമാക്കുവാൻ സ്വയം പരിണമിക്കുന്നൊരവസ്ഥ കൂടിയുണ്ടെങ്കിൽ
നാളെ പുലർകാല നാളീക നേത്രൻ വനത്തിലേക്ക് യാത്രയാവുകയാണ്. ആ തീരുമാനം ഉണ്ടായിക്കഴിയുന്ന രാമന്റെ കൂടെ ഇറങ്ങിപ്പോവുക എന്നുള്ളതല്ലാതെ അവിടുന്ന് പാണിഗ്രഹണ മന്ത്രമോർക്കണം. പതിവ്രത ധർമ്മമോർക്കണം. അതല്ലാതെ മറ്റൊന്നും എന്റെ അന്തരംഗത്തിലില്ല എന്ന് പറയുന്ന സീത ജ്യേഷ്ഠത്തി അമ്മയോടും ജ്യേഷ്ഠനോടുമൊപ്പം പോകാനൊരുങ്ങുന്ന ലക്ഷ്മണനോട് നൈഷ്ഠിക ബ്രഹ്മചര്യത്തിന്റെ മനോഹര മുഹൂർത്തങ്ങൾ പറഞ്ഞ് സ്വപ്നത്തിൽ പോലും അവിടുന്ന് എന്നെ സ്മരിക്കരുത് എന്ന് പറയുന്ന ഊർമിള മറ്റൊരു ഈ രംഗത്തില്ല. അതുകൊണ്ടാണ് അവരെ മാറ്റി നിർത്തുന്നത്. നമ്മിൽ എത്ര പേർ ഒരു പ്രശ്നം ആവിർഭവിക്കുമ്പോൾ നമുക്ക് ബന്ധമുള്ളതോ ഇല്ലാത്തതോ, നമ്മെ നേരിട്ടോ അല്ലാതെയോ ബാധിക്കുന്നതോ ബാധിക്കാത്തതോ ആയ പ്രശ്നങ്ങളിലെല്ലാം ഏതു മാനസികാവസ്ഥയോടെയാണ് പ്രവേശിക്കുക? ആ പ്രശ്നം അധികം പെരുത്ത് ലോക മനസ്സുകളെ നശിപ്പിക്കാതിരിക്കുന്നതിനു വേണ്ടിയോ അതിനെ പെരുപ്പിച്ചൊരു ഇഷ്യുവിൽ നിന്ന് നമ്മയും ലോകത്തെയും അസമാധാനത്തിന്റെ രംഗത്തേക്ക് വലിച്ചെറിയുന്നതിനു വേണ്ടിയോ സ്വയം അതിർത്തിയുടെയും അസമാധാനത്തിന്റെയും രംഗങ്ങളിലേക്ക് നമ്മെ വലിച്ചെറിയുവാൻ, അതേപോലെ തന്നെ മറ്റുള്ളവരെ അസ്വസ്ഥചിത്തരാക്കാൻ, സൗമ്യമായി തീരേണ്ടുന്ന പ്രശ്നങ്ങളെ സങ്കീർണങ്ങളാക്കി തീർത്ത് ഒരിക്കലും അവയ്ക്ക് നിർദ്ധാരണമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണോ വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും പണ്ഡിതന്മാരും സാഹിത്യകാരന്മാരും കലാകാരന്മാരും ജനമധ്യത്തിലെ ഉന്നതന്മാരും ഭരണാധികാരികളും ന്യായാധിപന്മാരും ശ്രമിക്കുക എന്ന് ചോദിച്ചാൽ ഉത്തരം ഇന്നങ്ങനെയാണെന്ന് തന്നെയാവും. കെട്ടുപോകാവുന്ന തീപ്പൊരികൾ പഞ്ഞികൾ കുട്ടിവെച്ച് കത്തിച്ച് ചുറ്റുപാടുകൾ കത്തുന്നത് കണ്ട് രസിക്കുന്ന മാനവനായി നമ്മുടെ വിദ്യാഭ്യാസം നമ്മെ മാറ്റിക്കഴിഞ്ഞുവോ? ഭീഷ്മൻ പണ്ട് യുധിഷ്ഠിരനോട് ചോദിച്ചതുപോലെ ഉടുതുണിക്ക് തീ കൊളുത്തിയാണോ യുധിഷ്ഠിര മഞ്ഞുകാലത്തിൽ കായാനിരിക്കുന്നത്? വ്യാസന്റെ മനോഹര ശബ്ദമാണ്. യുധിഷ്ഠിര, മഞ്ഞുകാലത്തിലെ തണുപ്പകറ്റാൻ ചിലർ കരികല കൂട്ടിയിട്ട് കത്തിക്കാറുണ്ട്. വിറകും കൽക്കരിയും കത്തിച്ച് ശരീരം ചൂടാക്കാറുണ്ട്. ചൂട് കാറ്റടിപ്പിച്ചും ശരീരം ചൂടാക്കാറുണ്ട്. രാജൻ, ഞാൻ ആദ്യമായാണ് ഉടുമുണ്ടിന് തീയിട്ട് തണുപ്പകറ്റുന്നവനെ പരിചയപ്പെടുന്നത്. ഇതിൽ നമ്മുടെ സ്പർശമുണ്ടോ? വാക്കുകളിൽ, മനസ്സിൽ, കർമ്മങ്ങളിൽ?
ഇല്ല, അല്ലേ? ഒട്ടുമില്ല. എത്ര വിദ്യാഭ്യാസമുള്ളവർ, എത്ര പഠിപ്പുള്ളവർ, പേരിന്റെ അവസാനം ആംഗലേയ അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ എത്ര പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഉള്ളവർ. എന്നിട്ടും ഈ വിദ്യയ്ക്കപ്പുറം നാം തണുപ്പകറ്റാൻ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിൽ തീഴുന്നു. ഈ ഒരു ആർക്കിടൈപ്പ്, ഈ ഒരു ഭാവാത്മക ചിത്രം, പൂർവരൂപം, ജനകനന്ദിനി പ്രതിസന്ധിയായുദയം ചെയ്ത തന്റെ ഭർത്താവിന്റെ വനവാസം കരയാൻ, കിടന്നുരുളാൻ, അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ ഭർത്താവിനെ പ്രേരിപ്പിച്ച് തന്റെ രാജ്യത്തു നിന്ന് ഭടന്മാരെ വരുത്തി യുദ്ധം ചെയ്യാൻ ഒക്കെ പ്രേരിപ്പിക്കാമായിരുന്നില്ലേ? രാമൻ രാജാവായിരിക്കുമ്പോൾ എന്റെ അച്ഛനെ ചതിച്ച് വിവാഹം നടത്തി നാട്ടുകാർക്ക് അംഗരാമനാണ് രാജ്യമെന്നൊന്ന് കാണിച്ചു കൂട്ടി ഇളയവന് രാജ്യവും കൊടുത്ത് ഒന്നുമില്ലാതെ ഘോര കാന്താരത്തിലേക്ക് പറഞ്ഞുവിടുന്നവനെ കണ്ടല്ല ഈ രാജ്യത്തേക്ക് ഞാൻ കാലെടുത്തു വെച്ചതെന്ന് എന്റെ രാജ്യത്തിന്റെ സൗഭാഗ്യാതിരേകങ്ങളായ രത്നങ്ങൾ എല്ലാം എന്റെ അച്ഛൻ ഈ രാജ്യത്തേക്ക് കൊടുത്തുവിട്ടത് ഇവൻ വനത്തിലേക്ക് പോകാനല്ലെന്ന് പറഞ്ഞ് കണക്കു പറയാത്ത, സത്യഗ്രഹമിരിക്കാത്ത, ഓടിച്ചെന്ന് അച്ഛന്റെ മുമ്പിൽ കരഞ്ഞ് എല്ലാം പോയി അച്ഛ എന്ന് പറയാത്ത പരിതസ്ഥിതി എന്റെ അനുഭവത്തിന്റെ രംഗവേദിയിലെ മനോഹര മുഹൂർത്തങ്ങളാണെന്ന് സ്വയം സ്വീകരിച്ചു മനസ്സിനെ ആ അവസ്ഥിതിയിലേക്ക് ഉയർത്തി ആ പരിതസ്ഥിതിയിൽ താനും തന്റെ മനസ്സും തന്റെ വാക്കുകളും തന്റെ കർമ്മങ്ങളും കൊണ്ട് അയോധ്യയിൽ ഒരാൾ പോലും അഭിശപ്തമായൊരു മുഹൂർത്തത്തിലേക്ക് വഴുതി വീഴരുതെന്ന് ആഗ്രഹിച്ചു. അയോധ്യയ്ക്കും അയോധ്യാ നിവാസികൾക്കും നന്മ നേർന്ന് തന്റെ ആടയാഭരണങ്ങൾ അത്രയും അരുന്ധതിയെ ഏൽപ്പിച്ച് മൃദുലമായ മേനിയിൽ പട്ടുടയാട ചാർത്തിയ ആ മേനിയിൽ മരവുരി അണിഞ്ഞ് പാദാന്തികം വരെ കിടക്കുന്ന ആ കേശഭാരത്തിലേക്ക് ആൽപ്പശ കൊണ്ടുവന്ന് ജടചൂടി ഘോരകാന്താരത്തിലേക്ക് കടന്നുപോകുന്ന പരമഭാഗിനിയായ ചാരിത്രശുദ്ധിയുടെ ഉന്നതശിഷ്ടമായ സീത ലോക ചരിത്രത്തിൽ, ലോക സാഹിത്യത്തിൽ, ലോക ചിന്തയിൽ സ്ത്രീയെയും അവളുടെ വർണ്ണത്തെയും അവളുടെ ആകാര സൗഷ്ഠവത്തെയും അവളുടെ കുറുകൊങ്കകളെയും വരച്ചു വെക്കുവാൻ വെമ്പൽ കൊണ്ട സാഹിത്യകാരന്മാർ അവളുടെ അന്തരംഗത്തിലേക്ക് കടക്കാത്ത നിമിഷങ്ങളിൽ മാനവചേതനയെ പിടിച്ചിരുത്തും വിധം സ്ത്രീ സൗന്ദര്യത്തിന്റെ കാതലായ അംശങ്ങൾ കിടക്കുന്ന അകത്തലങ്ങളിലേക്ക് വെളിച്ചമേന്തി കടന്നു ചെന്ന വാൽമീകിയുടെ ഭാവസൃഷ്ടി സീത. ഇത് പഠിക്കാൻ, ഇത് പഠിപ്പിക്കാൻ, ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു തലമുറയ്ക്ക് മുൻപിൽ ഗർദ്ധവ സദസ്സിലെ ഗന്ധർവഗാനം പോലെ ആയിപ്പോകുമോ ഈ ചിന്തകളെന്ന് സംശയിക്കുന്നൊരു നിമിഷത്തിൽ ചേതന നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ വിദേഹങ്ങളിൽ
നിങ്ങളുടെ അയോധ്യയിൽ, നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ഘോരകാന്താരങ്ങളിൽ, ചിത്രകൂടങ്ങളിൽ, നിങ്ങളിൽ ദണ്ഡകാരണ്യങ്ങളിൽ സുസ്മേരവദനയായി കടന്നുപോകുന്നൊരു സീതയുടെ ചിത്രമുണ്ടെങ്കിൽ ഒന്നു പരതിയെടുക്കാൻ. ചേതനയുള്ളവൻ ആഗ്രഹിക്കുന്ന ചേതസി എന്ന സങ്കല്പങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ വിദേഹത്തിലും അയോധ്യയിലും ചിത്രകൂടത്തിലും ദണ്ഡകാരണ്യത്തിലും അഗസ്ത്യാശ്രമത്തിലും വാൽമീകിയാശ്രമത്തിലും ഒക്കെ അവളെ, ആ ഭൂപുത്രിയെ, ആ ക്ഷമയെ കണ്ടെത്തിയെങ്കിൽ നിങ്ങളിലെ രാവണന്റെ കരാളഹസ്തങ്ങൾക്ക് തൊടാനാകാത്ത ദൂരത്തിൽ നിൽക്കെ അവളിരിക്കുന്ന ഭൂമിയോടുകൂടി നിങ്ങൾ എടുത്തുകൊണ്ടു പോകുമ്പോഴും രാവണ സവിധത്തിലല്ലാതെ രാമസവിധത്തിൽ ജീവിച്ച ആ സീതയെ, ആ ജനകാത്മജയെ ദേവനാരിമാർ പടിക്കമെടുക്കുകയും പടിപ്പരമെഴുകുകയും ചെയ്യുന്ന ദേവദേവേന്ദ്രൻ പാദസേവ ചെയ്യുന്ന സ്വർണമയ്യായ ലങ്കയിൽ സീതയെ നാം മിഥിലയിൽ, അയോധ്യയിൽ, ചിത്രകൂടത്തിൽ, ദണ്ഡകാരണ്യത്തിൽ, പിന്നെ രാവണൻ കട്ടുകൊണ്ടുപോയി ലങ്കയിൽ സീതയോടൊപ്പം നാം സഞ്ചരിക്കുകയോ നമ്മിൽ കിടക്കുന്ന മിഥിലയിലും അയോധ്യയിലും ചിത്രകൂടത്തിലും ഘോരകാന്താരമായ ദണ്ഡകാരണ്യത്തിലും അതാത് സന്ദർഭങ്ങളെ ചേർത്ത് വെച്ച് കണ്ട് രാവണ സവിധത്തിൽ രാവണന്റെ മായാ വിമാനത്തിൽ ലങ്കയിലേക്ക് പറന്നു പോകുമ്പോൾ പോലും രാവണൻ നൽകുന്ന പ്രലോഭനങ്ങളുടെയും രാവണാന്തർഗതങ്ങളുടെയും സൗഭാഗ്യാതിരേകങ്ങളൊന്നും കടന്നു ചെല്ലാത്ത രാമസ്പർശിയായ ജീവിതത്തിന്റെ രംഗവേദിയിലൂടെ മാത്രം സഞ്ചരിച്ചെത്തുന്ന സീത ആ സ്വർണമയ്യായ ലങ്കയിൽ ശിംശപാവൃക്ഷച്ചുവട്ടിൽ രാമരാമേരി ജപിച്ചു കഴിഞ്ഞുകൂടുമ്പോൾ ഒന്നിച്ച് പാസ്പോർട്ട് എടുത്ത് ഭാരതം വിട്ട് പുറത്തെത്തി ജോലി ചെയ്യുന്നിടത്ത് $5 കൂടുതൽ കിട്ടുമെങ്കിൽ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആശുപത്രിയിൽ ഒരു മരുന്ന് കൊടുത്ത് രോഗിയാക്കി അടുത്ത വണ്ടിക്ക് കയറ്റിവിട്ട് ജോലി കൊടുത്ത സ്പോൺസറുടെ കൂടെ സുഖമായി ജീവിക്കുന്ന ആധുനികരുടെ നാട്ടിൽ അത് ബലേവേഷ് ഗംഭീരമായി എന്ന് പറയുന്ന അച്ഛന്റെയും അമ്മയുടെയും നാട്ടിൽ അതിശയോക്തിയുണ്ടെങ്കിൽ എന്നെ അറിയിക്കാം. ജീവിത ദർശനത്തിന് ഇങ്ങനെയും ഒരു വഴിയുണ്ടെന്ന്, ജീവിതായോധനത്തിന് ഇങ്ങനെയും ഒരു സങ്കല്പമുണ്ടെന്ന്, ജീവിതം കരുപ്പിടിപ്പിക്കാൻ ഇങ്ങനെയും ഒരു സാഹിത്യമുണ്ടെന്ന്, മാനവ ജീവിതത്തിന് ഇത്തരമൊരു വഴിത്തിരിവുണ്ടെന്ന്, മാനവ ചിന്തയുടെ ആവിർഭൂത കാലങ്ങളിൽ ചിന്തിച്ചെഴുതിയ ഋഷികൽപ്പന എന്നെപ്പോലുള്ള ഇന്നത്തെ ആചാര്യവര്യന്മാരുടെ അന്തരംഗങ്ങളിൽ
നിങ്ങളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകരും സദാചാരബോധത്തെപ്പറ്റി പറയുന്നവരും ഉൽപ്പതിഷ്ണുക്കളും ശാസ്ത്രാഭിജ്ഞരുമായ ഗൃഹസ്ഥന്മാരുടെ ചിന്തകളിൽ കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, ഭരണാധികാരികൾ മുതലായവരുടെ ആധുനിക ചിന്താബന്ധുരങ്ങളായ രംഗവേദികളിൽ എപ്പോഴെങ്കിലും ഇമാതിരി ഒരു കഥാപാത്രത്തിന്റെ ബീജഭാവമെങ്കിലുമുണ്ടോ എന്ന് ഭാരതീയ സംസ്കൃതിയുടെ ആദിമ ഗ്രന്ഥത്തിലെ ആദിമ മാതൃത്വത്തിന്റെ, ആദിമ സ്ത്രീത്വത്തിന്റെ മനോഹര ചിത്രം നമുക്ക് മുമ്പിലെത്തുമ്പോൾ സംസ്കാരത്തെ പിടിച്ചാണയിടുന്ന നമ്മുടെ അന്തർഗതങ്ങളിൽ എവിടെയെങ്കിലും സീതായനത്തിന്റെ ബീജങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് ഒന്നൂതിത്തെളിച്ചു കൊണ്ടുവന്ന് ആ സജീവമായ മാതൃത്വത്തെ, ആ സജീവമായ സ്ത്രീത്വത്തെ, ആ സജീവമായ സഹിഷ്ണുതയെ ആദർശവും ലക്ഷ്യവുമായി പ്രതിഷ്ഠിച്ചുപാസന ചെയ്യാൻ പാകത്തിന് ഉണ്ടോ എന്ന് ഒന്നന്വേഷിക്കാനുള്ള മുഹൂർത്തം. കർക്കിടകം പെയ്തിറങ്ങുമ്പോൾ ജീവിച്ചു പോന്ന വഴിത്താരകളിൽ നാം കണ്ടുമറന്നിട്ട രൂപങ്ങളിൽ എവിടെയെങ്കിലും ആ ജനകനന്ദിനിയുടെ സങ്കല്പങ്ങളുണ്ടോ എന്ന് ഒന്ന് പരതി നോക്കിയാൽ എത്രയെത്ര സ്ത്രീകൾ, എത്ര അമ്മമാർ, എത്ര ഭാര്യമാർ, ഏതെല്ലാം തൊഴിലിൽ എന്തെന്തു വേഷം കിട്ടുന്ന സ്ത്രൈണ സങ്കല്പങ്ങൾ നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് മുമ്പിൽ മജ്ജയും മാംസവും കൈയും കാലും വെച്ച് ഓടി നടക്കുന്ന ആ സ്ത്രീ സങ്കല്പങ്ങളിൽ എവിടെയെങ്കിലും ആയമ്മയുടെ രൂപഭാവങ്ങളുണ്ടോ എന്ന് ഭാവി ഭാരത വനിതയെ സങ്കല്പിക്കുന്ന ഭാരതീയന്റെ അന്തരംഗങ്ങളിൽ എവിടെയെങ്കിലും സാഹിത്യത്തിൽ, കലയിൽ ആ സീതാദേവിയുടെ സങ്കല്പങ്ങളുണ്ടോ എന്ന് സർവോപരി കർക്കിടകമാസം തോറും രാമായണം വായിച്ചു പുണ്യം കൊട്ടക്കണക്കിന് വാങ്ങുന്ന നമ്മുടെ മനസ്സിലേക്ക് സീതാദേവി ഓടിയെത്തിയിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥതയോടെ ഒന്ന് അന്വേഷിച്ച്, ഇല്ലെങ്കിൽ കുനിഞ്ഞ ശിരസോടെ കുറ്റബോധത്തോടെ പൂർവന്മാരുടെ സംസ്കൃതികളിൽ ഒന്നിൽ പോലും നമുക്കിടമില്ലെന്ന് തിരിച്ചറിയാൻ, നമ്മുടെ സംസ്കൃതി ഭാരതീയമല്ലെന്നെങ്കിലും മനസ്സിലാക്കാൻ സത്യസന്ധതയോടെ മുന്നോട്ട് വരേണ്ട ഒരു